യേശു കർത്താവ് എങ്ങനെ ദൈവത്തിന്റെ പുത്രനായത്? മനുഷ്യന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രനായതാണ് യേശു കർത്താവ്. മനുഷ്യന്റെ പുത്രനായി വന്നു, ദൈവപുത്രനായി. എങ്ങനെ യേശു കർത്താവ് ദൈവപുത്രനായത്? റോമർ 1-ാമത്തെ അധ്യായം അതിന്റെ 3 മുതലുള്ള തിരുവചനം വായിക്കാം. ദൈവത്തിന് പ്രിയരെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാവട്ടെ. ജഡം സംബന്ധിച്ച് യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയാണ്. ജഡത്തിൽ യേശു ആരുടെ സന്തതിയാ? ദാവീദിന്റെ സന്തതിയാ. അപ്പൊ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് അപ്പൊ ദാവീദിന്റെ സന്തതി എന്തായി? ജഡം സംബന്ധമായ യേശു കർത്താവ് മരിച്ചല്ലേ? എന്ത് പറയുന്നു? ജഡ സംബന്ധമായ യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് എങ്ങനെ ദൈവത്തിന്റെ പുത്രനായത്? ദാവീദിന്റെ പുത്രൻ ജഡം സംബന്ധിച്ച യേശു കർത്താവ് എന്ത് ചെയ്തു? മരിച്ചിട്ട് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റപ്പോൾ ജഡം സംബന്ധിച്ച വ്യക്തി ഇപ്പോൾ വിശുദ്ധിയുടെ ആത്മാവായി തീർന്നു അല്ലെ? ആത്മാവായി തീർന്നപ്പോ ദൈവത്തിന്റെ പുത്രനായി അല്ലെ? അപ്പോൾ യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനായി തീർന്ന എങ്ങനെയാ? ജഡം സംബന്ധിച്ച് മരിച്ചിട്ട് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റപ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രനായി നിശ്ചയിക്കപ്പെട്ടു.